ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണമല്ലാ. മൃതങ്ങളുടെ മനസ്സിലെ ചിന്ത ചെയ്താ നേരെ വീട്ടിലേക്ക് ചെന്നു. തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു. തന്റെ സമ്പത്ത് മുഴുവനും എടുത്തു വെച്ചിട്ട് രണ്ട് വിഭാഗമാക്കി. എന്നിട്ട് അതിന്റെ നേർ പകുതി എടുത്തു ഇലാ ഹദ്റത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. എന്റെ സമ്പത്തിന്റെ പകുതി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. നബിതങ്ങൾക്ക് വലിയ സന്തോഷമായി. നബിതങ്ങൾ അമൃതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. ഉമർതങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഉമർതങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഓരോ സഹാബികളും അവരവരുടെ കയ്യിലുള്ളത് നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുക്കുന്നു. നബിതങ്ങൾ ദുആ ചെയ്യുന്നു. ഉമർതങ്ങൾക്ക് അതൊന്നും ഒരു ചിന്തയില്ല. ഒറ്റ ചിന്ത, അബൂബക്കർ എവിടെ? അതാ വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നടന്നു വരുന്നു. ഉമർ തങ്ങൾ നോക്കിയപ്പോ ഒരു ചെറിയ പൊതിയെ കയ്യിൽ